നന്ദു, നമ്മളിവിടെ കാണുന്നത് സോനം വാങ്ചുക്കിയുടെ സമരം. അതിനെയൊക്കെ ചില മാധ്യമങ്ങൾ സോനം വാങ്ചുക്കിയെ ഗാന്ധിജി എന്ന് പോലും, അല്ലെങ്കിൽ പുതിയ കാലത്തെ ഗാന്ധിജി എന്ന് പോലും വിശേഷിപ്പിച്ചു. സോനം വാങ്ചുക്കിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിരുന്ന സമരങ്ങൾ, അദ്ദേഹം ഇതിനു മുമ്പ് ഏതെല്ലാം കേസിൽ പെട്ടിട്ടുണ്ട്, ഏത് തരത്തിലുള്ള സമരങ്ങളാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ അതല്ല, ഈ സമരത്തിൽ പങ്കെടുത്ത നിരാഹാര സമരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളായി. അതേ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഈ സമരത്തിന് പിന്തുണയുമായി പോയ CPMൻ്റെ ജനറൽ സെക്രട്ടറി, അതേപോലെ തന്നെ SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുത്ത ശേഷം നേരെ പോയത് ചൈനീസ് എംബസിയിലേക്കാണ്. അവിടെ നിന്ന് ചില സമ്മാനങ്ങൾ വാങ്ങുന്ന ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചൈനീസ് പാറ്റയാണോ ഈ പറക്കുന്നത് എന്ന് സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ നന്ദു? ഇതിനകത്ത് ആദ്യം തന്നെ താങ്കൾ കോട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ കൃത്യമായി ബോധവാന്മാരാവേണ്ട ഒരു വിഷയം, ആ വിഷയത്തിൽ തുടങ്ങി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് എത്താം. അതായത് ഈ സമരം പാറ്റകളുടെ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ, പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, പലതരത്തിലുള്ള നറേറ്റീവുകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഏറെ അപകടകരമായ ഒന്ന്, ഇപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ ചോദ്യത്തിൽ കോട്ട് ചെയ്തതുപോലെ അദ്ദേഹത്തെ ഗാന്ധിജിയോട് ഉപമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നവരെല്ലാവരും ഗാന്ധിജി ആണ് എന്നുള്ള നിലപാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ നിലപാട് തെറ്റാണ്. ഇത്തരം ആളുകൾ അവർ എന്തിനു വേണ്ടിയിട്ട് ഗാന്ധിജി നിരാഹാരം കിടന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ രാഷ്ട്രത്തെ വലിയൊരു അധിനിവേശത്തിൽ നിന്ന് രക്ഷിക്കാനാണെങ്കിൽ ഇത്തരം ആളുകൾ ഇന്ന് നിരാഹാര സത്യാഗ്രഹം എന്ന പേരിൽ നടത്തുന്ന സമരാഭാസം നടത്തുന്നത് തന്നെ രാജ്യത്തിനെതിരായിട്ടുള്ള നറേറ്റീവുകൾ സൃഷ്ടിക്കാനും രാജ്യത്തെ പുതിയ തലമുറയെ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ ബോധത്തിനും രാഷ്ട്രത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിനും രാഷ്ട്രത്തിൻ്റെ സംഘടിതമായ അടിത്തറയ്ക്കുമെതിരായി തിരിച്ചു നിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിനെതിരെ പോർ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ നിരാഹാരം കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരെയും തുലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഈ കാര്യങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാത്തവരല്ല മാധ്യമങ്ങളുടെ ചാപ്പ അണിഞ്ഞുകൊണ്ട് മാധ്യമ കുപ്പായമിട്ടുകൊണ്ട് ഇത്തരം ആളുകളെ ഗ്ലോറിഫൈ ചെയ്യാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വലിയ രീതിയിലുള്ള നോട്ടുകെട്ടുകളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ഇത്തരം കഥകൾ മെനഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിജി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച മാധ്യമപ്രവർത്തകനോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, താങ്കൾ ഈ രാജ്യത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് ഒരറിവുമില്ലാത്തയാളാണ്. താങ്കൾ ഈ മാധ്യമപ്രവർത്തനത്തിന് ഒരു തരത്തിലും യോഗ്യനായിട്ടുള്ള ആളല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഗാന്ധിജിയോട് ഉപമിച്ച മാധ്യമപ്രവർത്തകനെ മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഈ വിഷയം നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യാൻ എടുത്താൽ, ഈ സ്പെസിഫൈഡായിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ട് സംസാരിച്ചാൽ, നിങ്ങൾ നോക്കൂ, CJP എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പാർട്ടി, ആ ഓൺലൈൻ പാർട്ടി രാജ്യത്ത് ആകമാനം ഉണ്ടാക്കാൻ പോകുന്ന തരംഗം എന്നുള്ള നിലയിലൊക്കെ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, രാജ്യതലസ്ഥാനത്തെ മാധ്യമങ്ങൾ പലതും ഇഗ്നോർ ചെയ്തപ്പോൾ പോലും കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഐഡിയോളജി? കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഇല്ല. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നാളെയുടെ രാഷ്ട്രത്തെക്കുറിച്ച് ഒരു സങ്കല്പമുണ്ടോ, ഒരു നയമുണ്ടോ? ഇല്ല. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നാളെയുടെ യുവത്വത്തെ എങ്ങനെ സൃഷ്ടിക്കണം, അവരെങ്ങനെ പ്രവർത്തിക്കണം, അവർ ഈ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ എങ്ങനെ വരണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയോളജി ഉണ്ടോ? ഇല്ല. അവർക്കാകെയുള്ളത് അന്ധമായ മോദി വിരോധം, ഈ സർക്കാരിനെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബൽ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഓൺലൈൻ പാർട്ടിയായി അവർ വരുന്നു. ഇവിടെ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പാർട്ടി രൂപം കൊള്ളുന്നതും ഈ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രചരണവും നടക്കുന്നത്. അത്തരത്തിലുള്ള ചെറിയ പിഴകളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും ആ പിഴകൾ മാറ്റിക്കൊണ്ട് ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അവരിൽ കൂടുതൽ വിശ്വാസ്യത രാജ്യത്തെ സംവിധാനങ്ങളോട് ഉണ്ടാകുന്ന രീതിയിലുള്ള പരിവർത്തനം നടത്തിക്കൊണ്ട് ഇവിടെ ഈ രാജ്യത്ത് നീറ്റിന് സംഭവിച്ചിട്ടുള്ള ആ എന്താണോ തെറ്റായി സംഭവിച്ചിട്ടുള്ളത് അതിനെ മാറ്റി അതിനെ കുറ്റമറ്റ രീതിയിലാക്കിക്കൊണ്ട് കേരളത്തിലെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ അഡ്രസ്സ് ചെയ്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അങ്ങനെയുള്ളൊരു സർക്കാരിനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ളൊരു സംവിധാനം വരുന്നു. ശരി, നിങ്ങൾ ജനാധിപത്യ രീതിയിൽ ഏത് സമരത്തെയും
അത് ആര് നടത്തുന്നു എന്നുള്ളതല്ല, ഓരോ എതിർസ്വരങ്ങളും ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരത്തെ ഒന്നും ആദ്യഘട്ടത്തിലും അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയിലും ഒന്നും തന്നെ ഇതിനെ എതിർത്ത ആളുകളല്ല. പക്ഷേ ഈ സമരം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവർ ആരുടെ താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത്? ഇവർ ആർക്കു വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്? ഇവർ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അവരെ ആകെ ഓൺലൈനിൽ മാത്രം ജീവിക്കുന്ന പുഴുക്കളായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ. അത് തന്നെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അതുപോലെ തന്നെ രാജ്യത്തിനെതിരായിട്ട് ഒരു ജൻസി കലാപ മാതൃകയിൽ ജൻസികളെ അണിനിരത്തിക്കൊണ്ട് രാജ്യത്തിനെതിരായിട്ട്, രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായി, രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്കെതിരായി, രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ രാജ്യത്തെ യുവജനങ്ങളെ ആ നിലയിലേക്ക് ഒരു നെഗറ്റീവ് നറേറ്റീവ് ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനെതിരായി തിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായി ഒരു സംഘടന രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവരെ ഫണ്ട് ചെയ്യുന്നത് ആര് എന്ന ചോദ്യം രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ വരും. അതുപോലെ തന്നെ അവരുടെ ആശയം എന്ത് എന്ന ചോദ്യമുണ്ടാകും. അവർ നടത്തിയുന്ന പ്രൊപ്പഗൻഡ ആർക്ക് വേണ്ടി എന്ന ചോദ്യമുണ്ടാകും. അതിനെല്ലാമുള്ള ഉത്തരമാണ് താങ്കൾ ഈ ചോദ്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെതായിട്ടുള്ള കാതലായ പ്രസക്തമായ ഭാഗങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഈ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഇല്ല, ഈ പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാട്, നാളത്തെ രാജ്യത്തെ എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ള കാഴ്ചപ്പാടില്ല. ഈ പാർട്ടി ഓൺലൈൻ പാർട്ടി, ഈ പാർട്ടിക്ക് നാളത്തെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ എങ്ങനെ വാർത്തെടുക്കണമെന്നുള്ള കാഴ്ചപ്പാടില്ല. ഈ ഓൺലൈൻ പാർട്ടിക്ക് നാളുകൾ എങ്ങനെ ആയിരിക്കണം ഭാരതം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള നിലയിൽ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, ശരി ഇപ്പോഴത്തെ സിസ്റ്റത്തിന് തകരാറുണ്ടെന്ന് ഇവർ വാദിക്കുമ്പോൾ അതിന് ഓൾട്ടർനേറ്റായി ആ തകരാറില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറയാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള നിലപാടും ഈ പാർട്ടിക്കില്ല. ഇതിനാകെയുള്ളത് നരേന്ദ്രമോദിയോടുള്ള എതിർപ്പ് മാത്രമാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിനോട് ഇപ്പോൾ പെട്ടെന്ന് ഭാരതത്തിനെ എതിർക്കാൻ സാധിക്കില്ല. കാരണം ഭാരതം എന്ന് പറയുന്ന നറേറ്റീവിനെ എതിർത്താൽ മൊത്തത്തിൽ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു അഖണ്ഡതയുടെ ഭാഗമായി രാജ്യത്തെ ജനങ്ങളെല്ലാം ഒന്നുചേരും. അപ്പോൾ രാജ്യത്തിനെ എതിർക്കുന്നതിന് പകരം നരേന്ദ്രമോദിയെ എതിർത്ത് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് മുന്നോട്ടുള്ള വലിയ രീതിയിൽ രാഷ്ട്രത്തെ വികസനത്തിലേക്ക് നയിക്കുകയും രാഷ്ട്രത്തെ മുഴുവൻ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിൽ ലോകരാഷ്ട്രങ്ങൾ പോലും ബഹുമാനിക്കുന്ന ഒരു നേതാവിനെ അയാളെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ഇകഴ്ത്തി കാണിക്കാമെന്നുള്ള ഒരു നെഗറ്റീവ് പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ് CJP എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായ വിമർശനം.